ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നെല്ലിക്ക ഉപ്പിലിടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും കാണണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ്, മാങ്ങ, പച്ചമാങ്ങ, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും നമുക്ക് ഇതേപോലെ ഉപ്പിലിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 40ഓളം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന പച്ചമുളകും ഉപ്പും വെള്ളമൊക്കെ അതിനനുസരിച്ച് കൂട്ടണം, അല്ലെങ്കിൽ കുറവാണെങ്കിൽ കുറയ്ക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചമുളകാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ എരിവ് അധികം വേണമെന്നുള്ളൊരു അധികം എടുക്കുക, കുറച്ച് വേണമെന്നുള്ളൊരു കുറച്ചെടുക്കാം. എന്തായാലും ഒരു 10-15 എണ്ണമൊക്കെ ഈ 40 നെല്ലിക്കയ്ക്ക് എടുക്കണം. പിന്നെ ഉപ്പ് ഇവിടെ ഞാനൊരു 5 ടേബിൾ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകും നെല്ലിക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പച്ചമുളക് കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് വിനെഗറും ഒഴിച്ചിട്ട് ഒന്ന് വെക്കുകയാണ്, ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ നെല്ലിക്കയിലും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് വിനെഗർ ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ 20 മിനിറ്റോളം വെക്കുകയാണ്. അതിനുശേഷം 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ നെല്ലിക്കയും പച്ചമുളക് നമുക്ക് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പം നിങ്ങൾ എങ്ങനെയാണ് വെജിറ്റബിളൊക്കെ കഴുകിയെടുക്കണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ല ക്ലീനായി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 20 മിനിറ്റിന് ശേഷം ഞാൻ നെല്ലിക്കയൊക്കെ നന്നായി കഴുകി അഴുക്കുകളൊക്കെ ഒന്ന് കളയാൻ. അഴുക്കുകൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അഴുക്കുകളൊന്നും കാണില്ല, പക്ഷേ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അതേപോലെ പച്ചമുളകൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിൽ വെള്ളം ഈർപ്പത്തിൻ്റെ അംശമൊന്നും തീരെ പാടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴുകി വെച്ചേക്കുന്ന നെല്ലിക്ക ഒരു ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ, വൃത്തിയുള്ള ഒരു തുണി കൊണ്ടോ തുടച്ചിട്ട്, ഇപ്പോൾ ഞാനൊരു ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്, നല്ലപോലെ തുടച്ചിട്ട് ഈർപ്പൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഈർപ്പമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ ഇടുന്ന പാത്രത്തിലും ഈർപ്പം പാടില്ല. നെല്ലിക്ക കഴുകിയിട്ടുള്ള എല്ലാ വെള്ളവും നമ്മൾ തുടച്ച് കളയണം. നമ്മളെ കൈമേല ഒന്നും ഒരംശം വെള്ളത്തിൻ്റെ ഒരു അംശം നമുക്ക് പാടില്ല. അപ്പോൾ ഇത് നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ നമുക്കിത് വേഗം കേടുവരും, വേഗം പൂപ്പൽ പിടിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ. അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ തുടച്ച് കളയുന്നത്. നെല്ലിക്ക മാത്രമല്ല, നമ്മൾ ഈ പച്ചമുളകും ഒക്കെ നന്നായി തുടച്ചിട്ട് വെള്ളം കളയണം. അതിനുശേഷം വേണം നമുക്ക് ഇത് ഉപ്പിലിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ എടുത്തേക്കുന്ന ടിഷ്യൂ കുറച്ച് കഴിയുമ്പോൾ അതിനൊരു നനവ് വരും, വെള്ളം തുടച്ച്. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ മാറ്റിയിട്ട് വേറെ പുതിയത് എടുത്തിട്ട് വേണം നമ്മൾ തുടയ്ക്കാനായിട്ട്. ഒരേ ടിഷ്യൂനെ ഉപയോഗിച്ചിട്ട് തുടയ്ക്കാൻ പാടില്ല. നെല്ലിക്ക മാത്രമല്ല, നമ്മൾ ഏത് മാങ്ങയാണെങ്കിലും മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ആണെങ്കിലും ഉപ്പിലിടുകയാണെങ്കിൽ തന്നെ ഇതേപോലെ നന്നായി തുടച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പിലിട്ട് വെക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളത്തുമ്മലൊക്കെ ഒരു പൂപ്പൽ വരും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളമടക്കം ഉപയോഗിക്കാൻ പറ്റും, യാതൊരു കേടും വരില്ല. ഇതിപ്പോൾ ഒരു 40ഓളം നെല്ലിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കുറേ ദിവസമൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് തീർക്കും. പിന്നെ കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇനി അതേപോലെ തന്നെ പച്ചമുളക് നമുക്ക് ഇതേപോലെ തുടച്ചിട്ട് ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഇതൊന്ന് നെടുകെ കീറണം. ഇതേപോലെ നെടുകെ കീറിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് തുടച്ചിട്ട് കീറിനേക്കാളും നല്ലത് എല്ലാം കൂടി തുടച്ച് ഇതിൻ്റെ ഈർപ്പം കളഞ്ഞിട്ട് ഒരുമിച്ചിട്ടിട്ട് നമുക്ക് നെടുകെ കീറിയിട്ട് ഇതേപോലെ തന്നെ ഈർപ്പമില്ലാത്ത മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയിടാം. പിന്നെ ചിലർക്ക് ഇപ്പം നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ എരിവ് വേണ്ട, എരിവില്ലാണ്ട് ഉപ്പിലിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഇടുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇതിപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് ഇട്ടാൽ മതി. പക്ഷേ ഉപ്പിലിടുമ്പോൾ കുറച്ചൊരു എരിവും കുറച്ചൊരു പുളിയൊക്കെ ആയിട്ട് ആണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പം ഞാൻ എപ്പോഴും പച്ചമുളക് കൂട്ടിയിട്ടാണ് ഇടുള്ളൂ. അപ്പോൾ എരിവ് ഇഷ്ടമില്ല, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് ഇടണമെന്നില്ല. നെല്ലിക്ക ഇത് മാത്രം ഇതേപോലെ നല്ലപോലെ തുടച്ചിട്ട് നെല്ലിക്ക മാത്രം നമുക്കൊരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ കുപ്പിയിലോ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ പച്ചമുളകൊക്കെ നന്നായി നെടുകെ കീറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഞാനിപ്പോൾ ഒരു 40 നെല്ലിക്കയ്ക്ക് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ നെല്ലിക്ക ഇട്ട് കൊടുത്തത്. നെല്ലിക്ക ഇട്ട് കഴിഞ്ഞിട്ട് 1 മിനിറ്റും കൂടിയും ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അധികം നേരം വെക്കണ്ട. നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം. നമ്മൾ നെല്ലിക്ക ഇടുമ്പോൾ കുറച്ചും കൂടിയും വെള്ളം ഒന്ന് തിളച്ച് മറിയണം. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഓവർ സമയം കിടന്നിട്ട് നെല്ലിക്ക തിളച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ഓവർ വേവും, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നെല്ലിക്ക വേവൊന്നുമില്ല, ഒന്ന് ചൂടാവുള്ളൂ. നല്ല വെള്ളം ചൂടുവെള്ളത്തിലിട്ടിട്ട് നെല്ലിക്ക ഒന്ന് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ ദിവസം പിടിക്കും നമുക്ക് നെല്ലിക്കയിലൊക്കെ ഉപ്പ് പിടിക്കാനായിട്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കി. ഇനി ചൂടിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നെല്ലിക്കയ്ക്ക് ഓവർ വേവ് വരും. ഇതിപ്പോൾ നെല്ലിക്ക വേവൊന്നുമില്ല, വെറുതെ ഒന്ന് ചൂടായിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് ഭരണിയിലേക്ക് ഒഴിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ നെല്ലിക്കും വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതേപോലെ നല്ലൊരു ഭരണി, വെള്ളമില്ലാത്ത ഭരണി തന്നെ എടുക്കുക, അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, ചില്ലിൻ്റെത്. അതിലേക്ക് നമ്മളിപ്പോൾ മാറ്റി വെച്ചേക്കണ ഉപ്പ്, കല്ലുപ്പ് ഇടുന്നവർക്ക് കല്ലുപ്പ് ഇടാം, ഞാനിവിടെ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ നെടുകെ കീറിയേക്കണ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന സ്പൂണുകളും പാത്രങ്ങളും ഒക്കെ ഈർപ്പില്ലാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കൈക്ക് പോലും നനവുണ്ടാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ തിളപ്പിച്ച നെല്ലിക്കും വെള്ളം കൂടി തിളപ്പിച്ച് വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബോട്ടിൽ മൂടി വെച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇത് നന്നായി ഉപ്പ് പിടിച്ചിരിക്കും. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം.